രാവിലത്തെ കൺഫ്യൂഷൻ മൂഡൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനിപ്പോൾ ഓക്കെ ആയിട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. അപ്പോൾ അതേ അമ്മേനെയാണ് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗരം മസാല പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതേ ഞാനത് മസാല വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മസാല ഞാൻ ചൂടാക്കിയിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ കുഞ്ഞുള്ളി നന്നാക്കി വെക്കുന്നുണ്ട്, കുഞ്ഞുള്ളിയും വെളുത്തുള്ളി. അപ്പം നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ കറി വെക്കുമ്പോഴായാലും ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് എടുത്തിട്ട് നന്നാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ അത് മസാലയൊക്കെ തണുത്തപ്പോൾ ഞാനത് പൊടിച്ചു. എന്നിട്ട് ഡയറക്റ്റ് ഞാനൊരു ജാറിൽ ആക്കി വെക്കുകയാണ് കേട്ടോ. ഈ ജാറ് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി, 2-3 ഉണ്ട് ഇത്. അപ്പോൾ ഇപ്പോഴാണ് ഉപകാരപ്പെടുന്നത്. ചിക്കൻ വാങ്ങിയതിൻ്റെ ബാക്കി കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അതെടുത്തിട്ട് കറി വെക്കാമെന്ന്. അങ്ങനെ കറി വെക്കാനുള്ളത് നോക്കുകയാണ്. അപ്പോൾ അതേ ആരും വരുമ്പോഴേക്കും കാപ്പി ഒപ്പം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് ആരും വന്ന് വാതിൽമ മുട്ടുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് വാതിലൊക്കെ തുറന്നു കൊടുത്തു. അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നുള്ളത്. തക്കാളി ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത്. മസാലയൊക്കെ വെന്തതിൻ്റെ ശേഷം അതായത് ചിക്കനൊക്കെ ഇട്ടിട്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാനും ആരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് വന്നു. ചായ കുടിച്ച് വരുമ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ആരനാണ് കേട്ടോ ഒന്ന് വിളക്ക് കാണിക്കുന്നത്. അത് അതിൻ്റെ ഇടയിൽ കൂടെ സിയമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് തലയിൽ വിളക്ക് തട്ടി തോന്നുന്നു.